കൂട്ടുകാരെ വായോ, നമുക്കൊരു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. അതിനെ ഞാനൊരു 5 മാങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, ഉപ്പ്, കറിവേപ്പില, പച്ചമുളക് എല്ലാം കൂടി വെള്ളവും മാങ്ങയും എല്ലാം കൂടെ വെച്ച് തിളപ്പിക്കുക. പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമുക്കൊരു ശകലം ശർക്കര ചേർക്കാവുന്നതാണ്. തേങ്ങ, ജീരകം, കറിവേപ്പില, മഞ്ഞൾപ്പൊടി ഒക്കെ കൂടി നന്നായി മിക്സിയിലിട്ട് അരച്ചെടുത്തതിന് ശേഷം വെന്തിരിക്കുന്ന മാങ്ങയിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി വേവിച്ച് കുറുക്കി എടുക്കാവുന്നതാണ്. നല്ല ഒരു ചെറിയ ഫ്ലെയിം ഇട്ടത് വേവിച്ച് നമുക്കെടുക്കാം, മാങ്ങയും അരപ്പും കൂടി. അതിന് ശേഷം നമുക്ക് 1 കപ്പ് തൈര് എടുത്ത് മിക്സിയിലിട്ട് അതൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഈ തൈര് നമുക്ക് ഒഴിച്ച് ചേർക്കാം. എന്ത് സ്വാദിഷ്ടമായ മാമ്പഴ പുളിശ്ശേരിയാണ്. അതിന് മെമ്പടിയായി നമുക്കൊന്ന് കടുക് താളിച്ചിട്ടാലോ. കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഉള്ളിയും ഒക്കെ കൂടി ചേർത്ത് കടുക് താളിച്ചിടാം. എന്നിട്ട് നമുക്ക് സ്വാദിഷ്ടമായ മാമ്പഴ പുളിശ്ശേരി കഴിക്കാം. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.